നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായ് നഗരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ദുബായ് ഫൗണ്ടൻ. ആ കാഴ്ചകൾ കാണാൻ ഇനി പെട്ടെന്നൊന്നും സാധിക്കുകയില്ല. കാരണം ദുബായ് ഫൗണ്ടൻ അടച്ചു എന്ന റിപ്പോർട്ടാണ് നിലവിൽ പുറത്തുവരുന്നത്. ഈ ദുബായ് ഫൗണ്ടൻ താൽക്കാലികമായിട്ടാണ് അടച്ചിരിക്കുന്നത്. ഏകദേശം 5 മാസത്തേക്കായിരിക്കും ഈ അടവ് ഉണ്ടാകുക എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് എന്നതാണ് നിലവിൽ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 5 മാസത്തേക്ക് ഫൗണ്ടൻ പ്രവർത്തിക്കില്ല എന്ന് ഇവർ അറിയിക്കുന്നു. ദുബായ് ഫൗണ്ടന്റെ അവസാന പ്രദർശനം ഈ കഴിഞ്ഞ ഏപ്രിൽ 19 ശനിയാഴ്ച രാത്രി 11 മണിക്കായിരുന്നു. അതിനുശേഷം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിട്ടിരിക്കുന്നത്. ദുബായിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ദുബായ് ഫൗണ്ടൻ. ഇത് വിനോദസഞ്ചാരികൾക്കും UAE-യിൽ താമസിക്കുന്ന ആളുകൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. കാരണം പല ആളുകൾക്കും ഇതൊരു വിശ്രമ സ്ഥലം കൂടെയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് അതിഥികൾ വരുമ്പോൾ ഇവിടെ എത്തുന്നത് പതിവാണ്. അതുപോലെ തന്നെ തിരക്ക് കഴിഞ്ഞ് ഒരു നല്ല വൈകുന്നേരം ആസ്വദിക്കാൻ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു പ്രദേശമായി ദുബായിലുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇത്. ബുർജ് ഖലീഫ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജലധാര ലോകത്തിലെ ഏറ്റവും വലിയ നൃത്തം ചെയ്യുന്ന ജലധാരകളിൽ 2ാം സ്ഥാനമാണ് പിടിച്ചിരിക്കുന്നത്. ആകർഷകമായ വെളിച്ച വിന്യാസങ്ങളോടും സംഗീതത്തോടും താളത്തിൽ നൃത്തം ചെയ്യുന്ന ജലധാര ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. ഏകദേശം 275 മീറ്റർ നീളത്തിൽ പരന്നു കിടക്കുന്ന ഈ ജലധാരയിൽ 5 വ്യത്യസ്ത വൃത്തങ്ങളും 2 വലിയ വളയങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. ഓരോ പ്രകടനത്തിലും ഏകദേശം 22,000 ഗാലൻ വെള്ളം വരെ 500 അടി ഉയരത്തിലേക്ക് ചീറ്റാൻ കഴിയുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. 6,600-ലധികം വർണ്ണാഭമായിട്ടുള്ള ലൈറ്റുകളും 25 കളർ പ്രൊജക്റ്റുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ക്ലാസിക്കൽ അറബിക് ലോക സംഗീതത്തിനനുസരിച്ച് വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലും ജലനൃത്തം ചെയ്യുന്നത്. അത് കാണികൾക്ക് അത്ഭുതകരമായി മാറുന്നത്. ദുബായ് മാളിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2009 മെയ് 8-നാണ് ദുബായ് ഫൗണ്ടൻ ഔദ്യോഗികമായി തുറന്നത്. ലാസ് വേഗാസിലെ പ്രസിദ്ധമായിട്ടുള്ള ബെല്ലാജിയോ ഫൗണ്ടൻ രൂപകൽപ്പന ചെയ്ത വെറ്റ് ഡിസൈൻ എന്ന കമ്പനിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. 2008-ൽ ഇമാർ പ്രോപ്പർട്ടീസ് നടത്തിയിട്ടുള്ള ഒരു മത്സരത്തിലൂടെയാണ് ഈ ജലധാരയ്ക്ക് ദുബായ് ഫൗണ്ടൻ എന്ന പേരും ലഭിച്ചത്. ദുബായ് ഫൗണ്ടൻ ചില ആളുകൾക്ക് വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല, അത് ഒരുപാട് ഓർമ്മകൾ കൂടെ നൽകുന്ന ഒരു സ്ഥലമാണ്. ജോലി കഴിഞ്ഞാൽ മിക്കവരും ഇവിടെയാണ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി എത്തുന്നത്. ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് ഇവിടെ എത്തി സമയം ചിലവിടുന്ന നിരവധി ആളുകൾ എപ്പോഴും കാണാറുണ്ട്. ദുബായ് ഫൗണ്ടന്റെ നൃത്തം, ലൈറ്റിംഗ്, ശബ്ദ സംവിധാനങ്ങൾ ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്ന ജോലികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇതിപ്പോൾ താൽക്കാലികമായിട്ട് അടച്ചിരിക്കുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും സന്ദർശകർക്ക് ഏറെ സങ്കടകരമാകുന്ന ഒരു നിമിഷം തന്നെയാണ്. 5 മാസത്തേക്ക് ഈ ഒരു പ്രദേശത്തേക്ക് വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു മനോഹര കാഴ്ച കാണാൻ സാധിക്കില്ല എന്നുള്ള നിരാശ പ്രവാസികൾക്ക് ഒന്നടങ്കമുണ്ട്. എങ്കിൽ പോലും അത് കൂടുതൽ മനോഹരമായി തന്നെ തുറക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദുബായിലെ ഓരോ ആളുകളും. എന്തായാലും ഇവിടെ ഇപ്പോൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൽക്കാലത്തേക്ക് 5 മാസത്തേക്ക് ഫൗണ്ടൻ അടച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ദുബായെ പോലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദസഞ്ചാരത്തിനായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തെ പോലെ ഒന്ന് തന്നെയാണ്. ചില റിപ്പോർട്ടുകളൊക്കെ പ്രകാരം ദുബായിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, പ്രവാസികളും വിനോദസഞ്ചാരികളും അടക്കം എത്തുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം തുടർച്ചയായി 11ാം വർഷവും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിൽ ഒന്നായിട്ട് ദുബായ് എയർപോർട്ട് മാറി എന്നുള്ളൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ടൂറിസം, വ്യവസായം, ബിസിനസ്, താമസം എന്നിവയ്ക്കുള്ള ഒരു മുൻനിര ആഗോള ലക്ഷ്യസ്ഥാനമായിട്ടാണ് ദുബായ് മാറിയിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ്. ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വരുന്ന വിനോദസഞ്ചാരികൾക്കടക്കം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ദുബായ് ഫൗണ്ടൻ കുറച്ചു കാലത്തേക്ക് 5 മാസത്തോളം അടച്ചിടും, അവിടേക്ക് വിനോദസഞ്ചാരത്തിനായിട്ട് വരേണ്ടതില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്.